അപ്പോൾ ചട്ടിപ്പത്തിരി നാളെ ഓർഡർ ഉണ്ട്. നാളെ സ്കൂളില്ല. ചട്ടിപ്പത്തിരിക്ക് ഓർഡർ നാളെ ഉണ്ട്. ഞായറാഴ്ച വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. രാവിലെ ഇതാക്കുള്ളൂ, കൂട്ടും. അപ്പോൾ വെട്ടിയേക്കലൊക്കെ വെട്ടി സെറ്റാക്കി അവിടെ വെച്ചാലേ രാവിലെ മസാല ഒട്ടിയാൽ മതി. അത് കുഴപ്പം പറ്റില്ല. അതെല്ലാം റെഡിയാക്കി വെക്കലാണ്. അങ്ങനെ തന്നെ എപ്പോഴും ചെയ്യല്. അതിൻ്റെ ഉള്ളിട്ടല്ല കേട്ടോ. ഓക്കെ. ചട്ടിപ്പത്തിരി വെക്കട്ടോ. ഓരോന്നോരോന്ന് ഉണ്ടാക്കി വെക്കണം. അഞ്ചരക്ക് തുടങ്ങിയ പരിപാടി. ചക്ക അട റെഡി ആയതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരും. പിന്നെ ഇതായാലും മാവും ഇതൊക്കെ മാവല്ല, ചക്ക അരച്ചിട്ടേക്ക് വറുത്ത റവയും പിന്നെ തേങ്ങയും ഇട്ടിട്ട് നന്നായി കുഴക്കുക. എന്നിട്ട് നല്ലൊരു ഇല അതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂട്ടിയിട്ട് നന്നായിട്ട് കുഴക്കുക. കുഴച്ചെടുത്തിട്ട് ഇതുപോലത്തെ ഇല ഇട്ടിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുക്കണം കേട്ടോ ഗൈസ്. ഇത് കുമ്പിളുത്തണം പറയും. കുമ്പിളുത്തണം. ഇതുപോലത്തെ ഇല വേണം. കുമ്പിളുത്തണം. ഇതിൻ്റെ വാസന ഉണ്ടാവും. തളിച്ച് വരുമ്പോൾ ആ വാസന ഉണ്ടാവും. കുറച്ച് വൃത്തിയാക്കണം കേട്ടോ. ഉണക്കണം. പക്ഷെ മിഷീനിട്ട് ഉണക്കാൻ നിൽക്കണ്ട കേട്ടോ. ഹലോ, നമ്മൾ അട ഉണ്ടാക്കണം. അട പറഞ്ഞാൽ ചക്ക കൊണ്ടല്ല അട കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ചക്ക ചാടി കിടക്കും. അപ്പോൾ നമുക്കത് കിട്ടൂലെന്ന് കരുതി. അത്രയും മുകളിലായിരുന്നു ചക്ക. അപ്പോൾ എന്തോ ഇത് ചാടി പഴുത്ത് ചാടി തന്നു. അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു അട ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ പലരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ പിന്നെ ചക്ക ക്ലിയറാക്കി എടുത്തിട്ട് ജ്യൂസ് മെഷീനിലിട്ടിട്ട് നല്ല അരച്ചെടുക്കണം. അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ റവ വറുത്തുകാണ്ട് അതിൽ കുറച്ച് മിക്സ് ആക്കിയിട്ട് പിന്നെ തേങ്ങ, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തേങ്ങ ഇടുക, റവ ഇടുക, റവ വറുത്താൽ ഇടണം. മൊത്തത്തിൽ മൊത്തം കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഇല, അതായത് ഇത് കറുകപ്പട്ടൻ്റെ ഇലയാണ്. ആ ഇല കിട്ടിയാൽ എന്തായാലും പ്രത്യേകത കയറാം. ആ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫില്ലാക്കിയാണ്ട് അപ്പോൾ ഇത് ആവി വരുമ്പോൾ ഈ കറുകപ്പട്ടൻ്റെ ഇതിൻ്റെ വാസന ഇതിൽ നല്ല ഉണ്ടാവും. സ്മെല്ലായിട്ട് നല്ല രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഇലയിൽ തന്നെ ഉണ്ടാക്കാൻ കാരണം. ആ ഇല എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അല്ലോ, ഇതിപ്പോൾ നമ്മൾ അയലോകത്ത് പറിച്ചു കൊടുക്കുന്ന ഇലകളാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇത് ആവിയിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ കഴിയുമ്പോൾ കൂടെ വരും. അപ്പോൾ നമ്മളൊരു 5-6 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലേസോട് മാവുണ്ട് ഉണ്ടാക്കാണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ കോഴിക്കോട് പോകുമ്പോൾ ബീച്ചിൽ നിന്നൊക്കെ വാങ്ങണ കല്ലുമ്മക്കായൻ്റെ ഓർമ്മ വരും. ഇങ്ങനെ നിറച്ചിന് കാണുമ്പോഴേ അവിടെ ചെന്നാലേ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ കിട്ടൂലല്ലോ. ഏതായാലും അതേമാതിരി ഫീല് കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചക്കക്കായി വരുന്നുള്ള എല്ലായിടത്തും. നമുക്കിപ്പോൾ ഇക്കൊല്ലം ഫസ്റ്റ് കിട്ടിയ ചക്കയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം നോൽമ്പുമാണ്. അപ്പോൾ ആ നോൽമ്പിൻ്റെ സമയത്തേക്ക് എല്ലായിടത്തും ചക്ക വരിക. ചിലപ്പോൾ സാധാരണ പൂത്ത് വരുന്ന ആ നോൽമ്പിൻ്റെ സമയത്തായിരിക്കും. ഏതായാലും നിങ്ങൾ കിട്ടിയാലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ. അപ്പോൾ പിന്നെ പതിവ് പോലെ നമ്മളെ പിന്നെ ചട്ടിപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട്. അത് നമ്മൾ സ്കൂളിലെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ. നാളെ ഞായറാഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുകയാണ്. 6 കടയൊക്കെ ഉണ്ട്. 2 കട പിന്നെ സ്കൂളിൽ അതുകൊണ്ട് ലീവാണ്. അവർക്ക് വേണ്ട. കാരണം സ്കൂളിൽ അവിടെ കുട്ടികളുണ്ടാവില്ല പറഞ്ഞാണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരി ഇനി കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കട്ട് ചെയ്ത് ഇപ്പോൾ നേരെ 8 മണിയായി. അപ്പം ഇനി കൊണ്ടുപോയി കൊടുത്ത് ബാക്കിയുള്ള പണികൾ നോക്കണം. നാളെ ഓർഡറില്ല. നാളെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഒരു കടകളൊന്നും തുറക്കൂല. അപ്പോൾ നമുക്കൊന്നും തന്നെ ഒരു ലീവ് വേണ്ടേ ആ നിലക്ക്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ പിലാവൊന്ന് കാണിച്ചു തരാം. ആ ചക്കൻ്റെ ഐറ്റും കാര്യങ്ങളും നോക്കിയിട്ട്. അപ്പോൾ കറിയൊക്കെ തന്നു. വിളമ്പിയ കോളാമ്പിയിൽ പറഞ്ഞ മാതിരിയുള്ള അവസ്ഥ നമ്മൾ. കാരണം
ചക്ക നല്ല അടിപൊളി ചക്കയാണ്, നല്ല മധുരം ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടാൻ ഒരു കോലമില്ല, തോട്ടി കൊണ്ട് എത്തൂല. ഞാൻ കാണിച്ചു തരാം, ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടും, അത് ചാടുമ്പോൾ നമുക്ക് കിട്ടും. അതിൽ കിടന്നുണ്ടാവില്ല, കാക്കച്ചാൾ കൊത്തുമ്പോൾ തന്നെ ചാടും, കാരണം നെട്ടിക്ക് ഉറപ്പില്ല, അതാണ് മെയിൻ വിഷയം. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇടേണ്ട ആവശ്യമില്ല, അതിന് നമുക്ക് ചാടിപ്പോരും. ഓക്കെ, അത് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കരമായിട്ടില്ല, ഒരു കറുത്ത കളർ ചക്ക നിൽക്കണത് കണ്ടോ, ചക്ക എല്ലാം ഉണ്ട്, ഒക്കെ ഭയങ്കര കൊമ്പിൻ്റെ ചുള്ളിയിലാണ് ഉണ്ടോ. കാക്കച്ച് കുത്തനുണ്ടോ പഴുത്തിട്ട്, അത് അവർക്കും വേണ്ട കഴിക്കുക, ഒന്ന് അവർക്ക് കഴിക്കട്ടെ. അപ്പോൾ അവർ കുറേ നേരം ഊഞ്ഞാലടിക്കുമ്പോൾ നിലത്തേക്ക് ചാടുകയാണത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് നെറ്റിക്ക് ഒരേ ഉറപ്പ് കുറവാണ്. അപ്പോൾ ആ കാക്കച്ച് ഇന്നലെ തുടങ്ങിയാണ് തീറ്റ, ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവിടെ ഒരു കൊമ്പില്ലാത്തതുകൊണ്ട് ചക്കമ്മ തന്നെ തിന്നാൾ കൊത്തണം. അപ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ല ചക്ക. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഇടയ്ക്ക് ചാടും. അതാണ് ഞാൻ പറഞ്ഞത്, കരയൊക്കെ നന്നു വളമ്പിയ കോളമ്പിയിൽ പറഞ്ഞമാതിരി നല്ല ചക്കയാണ്, നല്ല മധുരമുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാൻ വഴിയില്ല. ഞാൻ തോട്ടൊക്കെ വെറുതെ നോക്കി. ഇപ്പോൾ പയമാരിയുടെ ഏത് തെങ്ങുമ്പോലും പിലാവുമ്പലൊക്കെ നമ്മൾ കയറിന്, ഇപ്പോൾ കഴിയില്ല. ഇപ്പോഴത്തെ കുട്ടികളെയും കിട്ടുമില്ല. അവർക്ക് ആദ്യം ട്രെയിനിങ് കൊടുക്കണം കുട്ടികൾക്കൊക്കെ. മരത്തമ്മ കാര്യമാണ് ഇപ്പോൾ സൈക്കിളും നീന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതേമാതിരി മരത്തമ്മ ട്രെയിനിങ് കൊടുക്കണം കുട്ടികൾക്ക്. പിന്നെ ചിക്കൊക്കെ ഉണ്ട്, ചിക്കു നമ്മൾ കയ്യെത്താതെ ദൂരത്ത് തന്നെയാണ് ഉണ്ടോ, നല്ല അടിപൊളി ചിക്കു കയ്യെത്താതെ ദൂരത്ത് തന്നെ കിട്ടും. ഉണ്ടല്ലോ നിങ്ങൾ, നല്ല അടിപൊളി സാധനം. ഇത് നമ്മൾ വെച്ചിൽ മുതലായ മരപ്പതാണ് ചിക്കു. നമുക്ക് സാധനമുണ്ട്, പറിച്ചാണ്ട് കുറച്ച്. ആ വൈക്ക് തൂങ്ങി കിടക്കുകയാണ് കണ്ടോ, ഇനി പറിച്ചളഞ്ഞു പോയി പോലെ. അപ്പോൾ ചക്കൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് നമ്മളെ അവസ്ഥ. ചക്ക ഉണ്ട്, പക്ഷേ കിട്ടാൻ കോലമില്ല. അപ്പം നമുക്ക് ചട്ടിപ്പത്തിരി കട്ട് ചെയ്യാണ്ട്, പിന്നെ ചക്കൻ്റെ അട, പിന്നെ ഇതാക്കുന്നത് വേവിക്കുന്നത് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അട ഒന്ന് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കണ പൊസിഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ. എന്നാ വെച്ചോളൂ, എത്ര മിനിറ്റ്. അപ്പം തിളച്ച് ആവി വന്നിട്ട് നോക്കാം. നമുക്കിത് ടൈമിംഗ് ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് നോക്കാം ഏതായാലും. അപ്പോൾ ആ ചട്ടിപ്പത്തിരി കട്ട് ചെയ്യാം കേട്ടോ. ഇത് 6 കട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അരമണിക്കൂറിനുള്ള സെയിൽ പോകണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഉള്ളിൽ നമ്മൾ വേറിട്ടണോ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഒരു പീസുകൾ എടുക്കുമ്പോൾ കൊളുത്തി വെച്ച് കൊടുക്കും, അപ്പോൾ മറ്റിൻ്റെ ലെയർ പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒന്നും ഉറപ്പ് വരുത്തണം കട്ട് ചെയ്തോണമെന്നില്ല. ഓരോ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒന്നുകൂടി വരച്ചു കൊടുത്താൽ മതി കത്തി കൊണ്ട് തന്നെ. അപ്പോൾ അത് കട്ട് ചെയ്തില്ലേ, ഇതേപോലെ ഒന്നുകൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വിടാനൊക്കെ വിട്ടോളൂ കേട്ടോ. ഈ പ്ലേറ്റ് ആകുമ്പോൾ അടിയിലേക്ക് പോകില്ല, അതിൻ്റെ ഒപ്പം നിന്നോളൂ, പറ്റ കട്ടാവുന്നില്ല പ്ലേറ്റ്. മറ്റേ കടക്കാർക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, തിരക്കിലൊക്കെ കുളത്തി വെച്ച് കൊടുക്കുമ്പോഴേ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണണം. അതിന് മറ്റേ ലെയർ അപ്പോൾ പൊളിഞ്ഞ് പോരും. ഇതാണോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാം കേട്ടോ. ഇങ്ങനെ കിട്ടുമ്പോഴതിൻ്റെ അത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പിൽ നിന്ന് പീസുകൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത്രയോളം കട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇനി മറ്റൊക്കെ കട്ട് ചെയ്യട്ടോ. മൊത്തം 8 പീസാണ് നമ്മൾ ആക്കുക. ഇതിൽ 10 പീസാക്കിയിട്ട് എന്താണോ പിന്നെ ചെറിയ ഇതായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ലെയർ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിന് ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 8 പീസാക്കിയാലേ കടക്കാർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുള്ളൂ.
അവർക്കൊരു 20 ഉറുപ്പ്യ വാങ്ങാനും കഴിയുള്ളൂ. പിന്നെ 10 പീസാക്കിയാണ് കൊടുക്കാകുമ്പോൾ നമുക്ക് ലെയർ നഷ്ടപ്പെടും, ലെയർ വേറിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ 10 ഉറുപ്പ്യ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്ര 8 പീസാണ് കിട്ടുക മാക്സിമം ഈ വലുപ്പത്തിൽ. ഓക്കെ, ഇതൊന്നും ഇഷ്ടമാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനത് ടെസ്റ്റ് ചെയ്തോളൂ ചൂടോട്. നമ്മൾ സാധനം കൊടുക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താണ് കൊടുക്കാഞ്ഞാൽ ഒരു നമുക്ക് മനസ്സിൽ തീർക്കുന്നുണ്ടാകും. അതുകൊണ്ട് മാത്രമേ നമ്മൾ ദിവസം നമ്മൾ ചെക്ക് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ആളുകൾ കംപ്ലൈൻ്റ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നല്ല ഫുഡിൻ്റെ കഴിക്കണ സാധനമാകുമ്പോഴേ ചട്ടിപ്പത്തിൻ്റെ അവസ്ഥ എങ്ങനെയാകുമ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പം ഉണ്ടാക്കിയില്ലേ, വേറെ എന്തായാലും 3 മണിക്കൂർ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കണം. അപ്പോൾ അതിൻ്റെ ആ പിന്നെ രുചിയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. പിന്നെ 3-4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാൽ ചട്ടിപ്പത്തിനെ കിട്ടാൻ പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ അതിൻ്റെ മസാല ലെയറൊക്കെ അങ്ങനെ വരുന്നത്. മസാല നമ്മൾ ഏതിട്ടാലും ആ ഇട്ട് ഇപ്പം എന്തോ ടേസ്റ്റ് ഉണ്ട്. ഈ ടേസ്റ്റാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാം. കടയിൽ പലമാരെയാണല്ലോ പോവാം, ആൾക്കാർ വരുന്നതനുസരിച്ചാണ് ഇത് കഴിക്കാൻ പോവാം. അപ്പോൾ ഉച്ച വരെ ഉണ്ടാവും, ചിലർ 3 മണി വരെ നിൽക്കും, ചിലത് ചിലവാകില്ല, ചിലപ്പം വൈകുന്നേരം ചിലവാകും. വൈകുന്നേരമൊക്കെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇത് കോലം മാറും, മസാല അല്ലേ അങ്ങോട്ടും കൂടെ കോലം മാറും. അപ്പോൾ അതുകൊണ്ടാണ് ചിലയിടത്ത് കംപ്ലൈൻറ്റുകൾ വരാൻ കാരണം. അങ്ങനെയാണ് ഇനി വൈകുന്നേരം എന്താ കിട്ടുക, രാവിലെ ഒന്ന് ഉണ്ടാക്കി ഉച്ച വരെ നമുക്ക് കൊടുക്കാം, ഒരു 2 മണി വരെയൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തിന് നമ്മൾ ഈവനിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ 3 മണിക്ക് ശേഷം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രാത്രി 10 മണി വരെ ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് നമുക്ക് ചൂടാക്കിയിട്ട് നിന്നാം. ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു കേട്ടോ. പിറ്റേന്ന് നമുക്ക് രാവിലെ ചൂടാക്കിയിട്ട് നിന്നാലും കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ മാറ്റം വരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതും രാവിലെ ഉണ്ടാക്കുന്ന ഉച്ച വരെയും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന രാത്രി 10 മണി വരെയും കൊടുക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ ചെക്ക് ചെയ്താണ് ഞാൻ കടയിൽ ഉച്ചതുമാണ്. അപ്പോൾ ഈവനിങ്ങിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ സാധനം പോയില്ലെങ്കിൽ നമുക്ക് ഓവനിൽ ചില ചൂടാക്കും. ചില ലീറ്ററിൽ പിന്നെ എണ്ണക്കടൻ്റെ വെക്കുന്ന ലീറ്റർ ഉണ്ടാവും, അത് ചൂടാക്കും. അത് കേടാ, അത് പെട്ടെന്ന് കേടും. പിന്നെ തണുക്കുമ്പോൾ പിന്നെയും മസാല കേട് വരും. ഈ മസാല ഈ ചൂടിലല്ലേ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ലീറ്ററിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചൂട് ശരിയാവില്ല മസാലയ്ക്ക്. അപ്പോൾ ചോയ മാറും, വാസന ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഞാൻ പറഞ്ഞത് അതേമാതിരിയാണ്. വൈകുന്നേരത്തതാണെങ്കിൽ നമ്മൾ 3 മണിക്ക് ഉണ്ടാക്കുക. രാവിലത്തെ കടി പോകുന്നതാണെങ്കിൽ നമ്മൾ രാവിലത്തെ ഇതേമാതിരി ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ഉണ്ടാക്കിയാൽ ഒരു ഉച്ച വരെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഗ്യാരണ്ടിയാണ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉണ്ട്. ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം കേട്ടോ. പുതിയ മുത്തുമണികൾ ഉണ്ടാവും. ഓക്കെ, ശരി, അസ്സലാമു അലൈക്കും.